സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധന നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവുമായ സർവശക്തനായ ദൈവത്തെ ഇന്ന് വർക്കാല പാട്ടുകൾ പാടി ആരാധിക്കുവാൻ, നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം പറയുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാവിലെ ആരാധനയ്ക്ക് മഴ തടസ്സമാകരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ജനങ്ങൾ വരുന്നതിന് തടസ്സമാകാതെ മഴ മാറ്റുന്ന ദൈവത്തിൽ കരമുള്ള ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ടെ. മഴ നമുക്ക് ആവശ്യമാണ് എങ്കിലും സ്കൂട്ടറിലെ ബൈക്കിലൊക്കെ വരുന്നവർക്ക് നനഞ്ഞു വരുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മഴയുടെ പ്രയാസമൊന്ന് മാറ്റി തന്ന ദൈവത്തിന് വളരെ നന്ദി പറയുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ ദാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വലിയ കൃപയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടതായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസം ചിന്തിച്ച് വരുന്ന ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൻ്റെ പാതകളിൽ നല്ലൊരു അന്തം പ്രാപിക്കത്തക്കോണം ആദ്യത്തേക്കാൾ അന്തം നന്നായിരിക്കണം. ബിഗിനിങ് അല്ല വിഷയം, എൻഡാണ്. അന്തം ഏറ്റവും ഒടുവിൽ എല്ലാം നന്നായിരിക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിലെ ദൈവത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുന്നൊരു ആത്മീയ അനുഭവം നമുക്കുണ്ടാകാനായിട്ട് നമ്മൾ ദൈവം ഈ ഭൂമി
താമസിക്കുന്നത് കൊണ്ട് മറുപടി ഇല്ല എന്നില്ല. താമസിക്കുന്നത് കൊണ്ട് ദൈവം കേട്ടില്ല എന്നില്ല. ബൈബിൾ പഠിച്ചാൽ വൈകി കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റവും മേത്തരമായിരുന്നു. ആരോടൊക്കെ ദൈവം ഇന്ന് പലക്കാലം സംസാരിക്കുന്നു, കിട്ടിയതിനേക്കാൾ സ്തോത്രം പറയാനും വൈകിയതിന് അതിന് ഏറ്റവും മധുരമുണ്ട്. അതിനകത്തൊരു വലിയ ബ്ലെസ്സിങ് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് കിട്ടിയതിനാണോ മാധുര്യമുണ്ടായിരുന്നത്, വൈകി കിട്ടിയതിനാണോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയും വൈകി കിട്ടിയതിനാണ്. ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ ഇന്ന് പലക്കാലം വൈകിയാണെങ്കിലും നിനക്ക് വേണ്ടി തരാൻ ദൈവശക്തനാണ്. കുറുവയുടെ ക്രമപ്രകാരം സഖര്യാവെ ശുശ്രൂഷിക്കാനായിട്ട് ആലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ജനസമൂഹം മുഴുവൻ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ശുശ്രൂഷിക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അകത്ത് ദൂതൻ വെളിപ്പെടും. പ്രിയട്ടിയില്ലേ? ദേവദാസന്മാർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ ആരാധന ദൈവത്തിന് തീ കത്താനിടയായി തീരും. കഴിഞ്ഞ ആഴ്ച നടന്ന പോലെ നടക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന് വരെ നടക്കാത്തൊരു കാര്യം നടക്കണം. ദൈവമക്കളെ, പാരമ്പര്യമായി വർഷങ്ങളായി ധൂപം കാട്ടുന്ന പുരോഹിതന്മാർ മാറി മാറി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ നടക്കാത്തൊരു കാര്യം നടന്നിരിക്കുന്നു. ദൂതൻ അവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. മണിയടിയും കാലച്ചയും പുകയും ഒക്കെയാണ് നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് വരെ കാണാത്തൊരു സംഭവം കണ്ടു. അതിൻ്റെ അപ്പുറത്തായി ദൂതൻ ഇറങ്ങി. ഇന്ന് വരെ നീ കാണാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ വരയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ നിന്റെ തലമുറയിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ നിന്റെ ബിസിനസ്സിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. അത് അടുത്ത മാസമല്ല, ഇന്ന് പകൽ തന്നെ അതിൻ്റെ ഓർഡർ ദൈവം ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫയൽ ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് പകൽ നീ വിശ്വസിച്ച് സ്തോത്രം പറയണം. എൻ്റെ ദൈവമേ, ഇന്നലെ നടന്ന പോലെ അല്ല, ഇന്നൊരു പുതിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ തരണം. Glory, 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 glory. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സഖര്യാവ് ദൂതനെ കണ്ടിട്ട് ഭ്രമിച്ചു, ഭയപരവശനായി. അവനോട് പറഞ്ഞ്, സഖര്യാവെ ഭയപ്പെടേണ്ട. ഇന്ന് വരെ കാണാത്തൊരു കാഴ്ച കണ്ടപ്പോൾ സഖര്യാവ് പേടിച്ചുപോയി. വയസ്സനല്ലേ, പ്രായമുള്ള മനുഷ്യനല്ലേ, പക്ഷേ അവൻ പേടിച്ചുപോയി, ഭയപ്പെട്ടു പോയി. ഇന്ന് വരെ കാണാത്ത ചിലത് കാണുമ്പോൾ നീ പേടിച്ചു പോകും. പക്ഷെ നീ പേടിച്ചാലും അത് കാണിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. നിന്നെ പേടിപ്പിച്ച് ഭ്രാന്തനാക്കാനല്ല, നീ മരിക്കുന്നതിന് മുമ്പ് ചില നന്മ കണ്ടിട്ട് പോകാനാ. നിന്നെ ഡിപ്രഷനാക്കാനല്ല ദൂതം വന്നത്, നിനക്കൊരു പാക്കേജ് തരാനാ. ഇത്രയും നാളും തടഞ്ഞു വെച്ച നന്മയ്ക്ക് പകരമായി ഒരനുഭവത്തിൻ്റെ പരമ്പര തരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ച മോളെ 13ാമത്തെ വാക്യം ഒന്നിന് വായിച്ച്. സഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടേണം. വേദശാസ്ത്രികൾ 365 പ്രാവശ്യം ബൈബിൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ വിശ്വാസിയോടും ദൈവം പറയുന്നത് ഭയപ്പെടേണ്ടെന്ന്. ഭയപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധന്മാ പറയുന്നത് ഭയപ്പെടേണ്ട. ദൈവം ഭയപ്പെടേണ്ടത് പറഞ്ഞാൽ പിന്നെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഇവിടെ പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം സത്യമുള്ളവൻ എന്നാണ്. എൻ്റെ ദൈവം സത്യമുള്ളവൻ, യഹോവ ഓർക്കുന്നവനെന്ന അർത്ഥമുള്ള സഖര്യാവും എൻ്റെ ദൈവം സത്യവാനെന്ന്, ആമേൻ, സത്യവാനെന്ന് അർത്ഥമുള്ള എലിസബത്തിന് ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ദൂതൻ ഇറങ്ങും. അവിടെ അത്ഭുതം ദൈവം ചെയ്യും. അവിടെ ദൈവം അതിശയം ചെയ്യും. അവിടെ ദൈവം പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ഇരുവരും വയസ്സ് എന്നവരാണ്, വൃദ്ധരാണ്. എങ്കിലും ദൈവം പറയുക, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്.
എല്ലാ പ്രതീക്ഷയും അറ്റുപോകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് ഏതെങ്കിലും കാര്യത്തിൽ നീ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരിക്കുന്നെങ്കിൽ അത് ദൈവഹിതമാണെങ്കിൽ ഇന്ന് അതിന്മേലെ ഉത്തരം തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവ് ഇന്ന് എനിക്കൊരു ഉത്തരം തരണം. ഞാൻ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ വിഷയമുള്ളതുണ്ടെങ്കിൽ 2 കൈ ഒന്ന് പകുതി ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നിങ്ങൾ ദൈവത്തിനൊന്ന് പ്രാർത്ഥിച്ച് 1 സെക്കൻഡ് ആരും കണ്ണു തുറക്കാതെ ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതുന്ന അഭിഷേകത്തിന്മേൽ എൻ്റെ ധ്യാനത്തിൽ തീ കത്തി. കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നീ മിണ്ടാതിരിക്കുന്നതും. ഞാൻ മിണ്ടാതെ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളി വീഴുന്ന കർത്താവ് പറയുന്നു. ആ തങ്കപ്രാവ് നിന്റെ മേൽ പറന്നടിച്ച് വരികയാണ്. നിന്റെ നിരാശകളെ മാറ്റാൻ, നിന്റെ ഭാരങ്ങളെ മാറ്റാൻ, നിന്റെ വേദനകളെ മാറ്റാൻ ദൈവത്തിന് ഇന്ന് പകൽക്കാലം പദ്ധതിയുണ്ട്. സ്തോത്രം. എൻ്റെ ദൈവം എനിക്കിന്ന് പകലൊരു ഉത്തരം തന്നെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ ദൈവം എൻ്റെ ക്വൈറ്റ് ടൈമിൽ ഞാൻ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം മറുപടി തന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കരങ്ങൾ ശക്തമായിട്ടൊന്ന് വീശിക്കോ, ഒരു കുഴപ്പമില്ല. കരങ്ങളൊന്ന് വീശിക്കോ, കരങ്ങളൊന്ന് അടിച്ചോ, ഒരു കുഴപ്പമില്ല. ഒരു വലിയ വിടുതൽ ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യുക. ജനിക്കുന്നതിന് മുമ്പേ ദൈവം പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തന്നിരിക്കുന്നു. 2, നിനക്കൊരു മകനെ തന്നിരിക്കുന്നു. ദൈവം പറയുമ്പോൾ എപ്പോഴും സ്പെസിഫിക് ആയിരിക്കും. കുട്ടി ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്നല്ല പറയുന്നത്. ആണാണോ പെണ്ണാണോ എന്നല്ല പറയുന്നത്. ദൈവം പറയുമ്പോൾ സ്പെസിഫിക് ആയിരിക്കും. നിനക്ക് ഒരു മകനുണ്ടാകും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ പേരൂടെ സ്വർഗം സെലക്ട് ചെയ്തിരിക്കുക. നമ്മളൊക്കെ പിള്ളേർ ജനിച്ചു കഴിഞ്ഞാൽ പേര് തപ്പുന്നത്. പക്ഷെ ദൈവം പേരൂടെ ചേർത്തിരിക്കുന്നു. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ജനിക്കുന്നതിന് മുമ്പ് ദൈവം പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ കൺസേൺ എത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം. പേര് വരെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു, ദൈവം പറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ ബോൾഡായി ദൈവം പറയുകയാണ്, ചിലതിന്മേൽ ദൈവം പേരിടാൻ പോകുകയാണ്. പേര് വെട്ടിക്കളഞ്ഞ ചിലതിന് പേരുണ്ടാക്കാൻ പോകുകയാണ് ദൈവം. മായ്ച്ചു കളഞ്ഞ ചില പേരുകൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ മടങ്ങി വരികയാണ്. ഉണ്ടാക്കാത്ത ചില പേരുകൾ ഇന്ന് പകൽ ദൈവം സൃഷ്ടിക്കുകയാണ് നിനക്ക് വേണ്ടി. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ പേര് അലർജിയായ പലരുടെ മുമ്പിൽ നിന്റെ പേരിനെ ദൈവം ഉയർത്താൻ പോകുകയാണ്. നിന്നെ കാണുമ്പോൾ തന്നെ ആമേൻ നിന്ദിച്ചതിന് മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. നവോമി പറഞ്ഞു, എൻ്റെ പേര് ഇനി നവോമി എന്നല്ല, എൻ്റെ പേര് മാറാ. പേര് തന്നെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ മാറിപ്പോയി.
കയ്പായിപ്പോയി, മാറയായിപ്പോയി. നവമിയെ പോലെ പേര് മാറിയ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. പരിശുദ്ധമായി ഇന്ന് പകർക്കാലെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞൊരു ദൂത് പറയട്ടെ. നിന്റെ പേരിന്റെ അർത്ഥം പോലും മാറ്റാൻ, നിന്റെ പേരിനെ വലുതാക്കാൻ, ശാപഗ്രസ്തമായ നിന്റെ പേരിനെ അനുഗ്രഹമാക്കി മാറ്റുവാൻ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചില പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരായി പേരിട്ട്? ചില നശിച്ച ഒരു പേര്. ഈ പേരാ എന്നെ കളഞ്ഞത്, ഈ പേരാ എന്നെ നശിപ്പിച്ചത്, എന്നെ ഒന്നുമില്ലാതാക്കി തീർത്ത് ഈ പേരാ. പക്ഷെ ആ പേര് തന്നെ നിന്നെ അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. പേരിനെ ചൊല്ലി ഭാരപ്പെട്ട ഒരു മനുഷ്യനാണ് യബേസ്. യബേസ് പറഞ്ഞു, അയ്യോ ഞാൻ ദുഃഖപുത്രനാ, എന്റെ ദൈവമേ, എന്റെ അതിനൊന്ന് വിസ്തീർണമാക്കി എന്നെ ഗതികേടിൽ നിന്ന് വിടുവിക്കണം. എന്റെ സഹോദരന്മാരുടെ മുമ്പിൽ നീ എന്നെ മാനിക്കണം. ഞാൻ ദുഃഖപുത്രനാന്ന് അമ്മ പറയുന്നു, നാട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു. ആരെല്ലാം പറഞ്ഞാലും നീ താടിക്ക് കൈ കൊടുത്തിരിക്കണ്ട. ദൈവം പറയുന്നു, ഇന്ന് അതിനെ ചേഞ്ച് ആക്കാൻ പോകുകയാ. നിന്റെ പേരിന്റെ അർത്ഥം ഇന്ന് മാറ്റാൻ പോകുകയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ഇന്ന് വരെ ഇല്ലാത്തൊരു പുതിയ പേര് ദൈവം തരിക. ശ്രദ്ധിക്കണേ, കുഞ്ഞു ജനിച്ചിട്ടില്ല, കുഞ്ഞകത്ത് പോലും വന്നിട്ടില്ല, കുഞ്ഞിന്റെ രൂപവും ഭാവവും ഇല്ല. വരാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ദൈവം പറയാ, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ശ്രദ്ധിച്ചു കേട്ടോ, ഇന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അജ്ഞാതമായത്, ഇന്ന് വരെ വെളിപ്പെട്ടു വരാത്തത്, ഇന്ന് വരെ മറഞ്ഞിരിക്കുന്നത്, ആരും കാണാത്ത ചിലതിന്മേൽ എന്റെ സ്വർഗം ഇറങ്ങി വന്ന് പുതിയ പേര് തരാൻ പോകുക. സ്തോത്രം, 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 സ്തോത്രം. നീ പോലും സ്വപ്നം കാണാത്ത ചില പുതിയ നന്മകൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുക. വീടില്ലല്ലേ, വീടില്ലല്ലേ? വിശ്വാസത്തെ ഞാൻ പറയുന്നു, ആ വീട് മാത്രമല്ല, ആ വീടിന്റെ ഗേറ്റിലിരുന്ന പേര് വരെ തരാൻ ദൈവത്തിന് കഴിയും. ഏത് പേരിലും ദൈവം നിന്നെ സ്വപ്നത്തിൽ കാണിക്കും. അതാ ഈ വചനം പറയുന്നത്. യോഹന്നാൻ ഉണ്ടായില്ല, പക്ഷെ ദൈവം പറയുന്നു യോഹന്നാൻ എന്ന് പേരിടണം. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ദൈവനെ പ്രേരിപ്പിക്കുന്ന അജ്ഞാതമായ ചിലതിന്മേൽ, മറഞ്ഞു കിടക്കുന്ന ചിലതിന്മേൽ ദൈവം ചില പേര് ചൊല്ലി വിളിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് വാക്കൽ അഭിഷേകത്തിന് പറയട്ടെ, നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ചിലതിന്മേൽ ദൈവം പേര് ചൊല്ലി നിന്നെ മാനിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയം. നമ്മളെ കണ്ടു കഴിയുമ്പോഴേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. ബൈബിളിൽ പറയുന്നു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, എനിക്കും എൻ്റെ തലമുറയ്ക്കും എൻ്റെ സഭയ്ക്ക് വേണ്ടി നീ കരുതി വെച്ചത് ഒന്ന് വെളിപ്പെടുത്തണേ. 1992 ഫെബ്രുവരി മാസം 23 തേയില ടൗണിൽ, ശങ്കരമലൻ ടവറിൽ ഒരു കൊച്ചും മുറിക്കകത്ത് 4 പേരുമായിട്ടിരിക്കുമ്പോൾ, സ്തോത്രം, അന്ന് ഞാൻ ആദ്യത്തെ സഭായത്തിൽ പറഞ്ഞു 1000 കുടുംബങ്ങൾ, 1000 സുവിശേഷന്മാർ. കാണാതെ പറഞ്ഞതാ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കാണാതെ പറഞ്ഞ ആ വാഗ്ദത്തങ്ങളെ ദൈവം എൻ്റെ കണ്ണിന് മുമ്പിൽ കാണിക്കുമ്പോൾ, ഓരോ ഞായറാഴ്ച ജനങ്ങൾ വരുമ്പോൾ, സഭ വലുതാകുമ്പോൾ, ആളുകൾ വർദ്ധിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. കർത്താവെ, കാണാതെ പറഞ്ഞതിന്മേൽ ദൈവം ഇറങ്ങി വന്നല്ലോ. ആരുടെ മിടുക്കോ ആരുടെ സാമർഥ്യമല്ല, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ.
ഇത്രയും വിശാലത ദൈവം തന്നെങ്കിൽ കർത്താൻ വരെ താമസമെങ്കിൽ ഇതിന്റെ എത്ര മടങ്ങ് വിശാലത തരാൻ ദൈവത്തിന് കഴിയും. അപ്പൊ നിങ്ങൾ പറയും, എവിടെ പാസ്റ്റർ സ്ഥലം, എവിടെ പാസ്റ്റർ സൗകര്യം? നോഹയോട് ദൈവം പട്ടകം പണിയാൻ പറഞ്ഞതല്ലാതെ പട്ടകത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പട്ടകം പണിയാൻ പ്ലാൻ തന്നെങ്കിൽ അതിന് വഴിയൊരുക്കാനും ദൈവശക്തനാണ്. ആത്മാക്കളെ ദൈവം തരുമെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ളതെല്ലാം കരുതാൻ ദൈവത്തിന് കഴിയും. തലമുറ ദൈവം തന്നെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി ഉള്ളതെല്ലാം കരുതാൻ ദൈവത്തിന് കഴിയും. നിസ്സാര കാര്യങ്ങളെ പേര് ഡൗൺ ആകരുത്. ദൈവം വാഗ്ദത്തം പറയുകയാണ്, സ്തോത്രം, നിനക്കൊരു മകൻ ജനിക്കും. പ്രായമായപ്പോഴാണ് പറയുന്നത്, ഓർത്തോളം. അവന് യോഹന്നാൻ എന്ന് പേരിടണം. സ്തോത്രം. അടുത്തവൻ നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. എന്തോ ഉണ്ടാകും? സന്തോഷവും ഉല്ലാസവും. പുതിയ കുഞ്ഞു വരുമ്പോൾ എന്തോ ഉണ്ടാകും? സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. സ്തോത്ര വാഗ്ദത്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊടുക്കുകയാണ്. തലമുറയെ കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, തലമുറയെ കൊണ്ട് സന്തോഷം ഉല്ലാസമില്ലാതെ ഭാരപ്പെട്ട് ചിലർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വചനത്തിൽ കൂടെ ദൈവം എന്നെ പറഞ്ഞു അവരോട് ദൂത് പറയണമെന്ന്. ദൂത് ഇതാ, ഇന്ന് സന്തോഷവും ഉല്ലാസവും അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ തലമുറ നിനക്കൊരു അഭിമാനമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. കൈ അടിച്ച് സ്വന്തം പറഞ്ഞോളാം. അങ്ങനെയുള്ളവർ അവർക്ക് വേണ്ടി ഇന്ന് പകൽ പറയുകയാണ്, സന്തോഷവും ഉല്ലാസവും ഇല്ലാത്ത നിന്റെ തലമുറകളെ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവം അതിനെ തിരിച്ച് സന്തോഷ ഉല്ലാസമാക്കും. പൗരുഷനോട് വരുന്ന പ്രാർത്ഥനയെ റിക്വസ്റ്റുകൾ നല്ലൊരു പങ്കും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. സ്തോത്രം. സന്തോഷവും ഉല്ലാസവും കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്റെ വീട്ടിൽ ആനന്ദം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ സന്തോഷം ദൈവം നിറയ്ക്കും. ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞിട്ട് 9-10 മാസം കഴിയുമ്പോഴേ കാര്യം സംഭവിക്കുന്നത്. പക്ഷെ ദൈവം പറയുകയാണ്, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. ഞാൻ ആ ബാധ്യത ചേർന്ന് 2024 ഡിസംബർ 31 മുമ്പ് നിന്റെ വീട്ടിൽ ചില നന്മകൾ ദൈവം തരുമെന്ന്, ഉല്ലാസമുണ്ടാകുമെന്ന്, തകർന്നതിനെ പണിയുമെന്ന്, കൈവിട്ടു പോയത് തിരിച്ചു വരുമെന്ന്, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുമെന്ന്, രക്തം ജയമെടുക്കട്ടെ, അടഞ്ഞത് തുറക്കുമെന്ന്, ഉല്ലാസവും ഹൃദയപരമാത്ര ഉണ്ടാകുമെന്ന്, അവരെ ജനനത്തിക്ക് പലരും സന്തോഷിക്കുമെന്ന്. നിന്റെ വീട്ടിൽ മരണമണിയല്ല മുഴങ്ങാൻ പോകുന്നത്, സന്തോഷത്തിന്റെ മണി മുഴങ്ങാൻ പോകുകയാണ്. ദുഷ്ടപിശാചെ, നീ ഞങ്ങൾ പന്താടിയത് മതി. ഇന്ന് ഞങ്ങൾ കൊടി നാട്ടുന്നു. യഹോവ ശാലേം, യഹോവ ഞങ്ങളുടെ സമാധാനം. ഇന്ന് പകൽ സമാധാനം നഷ്ടപ്പെടുത്തി അറക്കാനും മുടിക്കാനും ആമെ ചതയ്ക്കാനും ഒടിക്കാനും ആമെ അനാഥമാക്കാനും വർഷങ്ങളായി പോരാടുന്ന ആ പോരാട്ടത്തിന്മേ നീ ആത്മാവിൽ പ്രവചിച്ച് പറയണം, ഇല്ല, അങ്ങനെ സംഭവിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എന്റെ വീട്ടിൽ സന്തോഷ ഉല്ലാസമുണ്ടാകും. സ്തോത്രം, 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 സ്തോത്രം. ചില വീടിൻ്റെ ആത്മീയ അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തി, അതിൻ്റെ അകത്ത് വ്യാപരിച്ച സമാധാനത്തെ ഇല്ലാതാക്കി, അതിൻ്റെ അകത്ത് വ്യാപരിച്ച കൃപകളെ ഇല്ലാതാക്കി. ദുഷ്ടപിശാച് നിന്റെ പെരയ്ക്കകത്ത് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. എന്ത് പക നീ അതിനെ ജയിക്കണം. ഒറ്റ സ്തോത്രം മതി നീ അതിനെ ജയിക്കാൻ. അഭിഷേകത്തെ ശക്തി നീ ഒന്ന് ആരാധിച്ചാൽ മതി, ആ കെട്ട് പുറത്തു പോകും. ഇന്ന് പകൽ നീ ആത്മാവിൽ വിട്ടുകൊടുക്കാതെ നീ ഒന്ന് ആരാധിക്കേ. നിന്റെ വീട് കുപ്പക്കൊന്നാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ബുൾഡോസർ കൊണ്ടുവന്ന് നിന്റെ വീടിനെ ഇടിച്ച് നിരത്താൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വീട് പണിയും 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 പണിയും.
വലിയ പണികൾക്ക് വലിയ അടിത്തറ ഉണ്ടാകണം. ഒരു കോഴിക്കോട് വെക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു തൂമ്പ മതി, ഒരാളും കൂടെ നിന്നാൽ മതി, ഒരു കോഴിക്കോട് വെക്കാം. അതിലൊരു ഔട്ട് ഹൗസ് പണിയാനാണെങ്കിൽ 2-3 ജോലിക്കാരും അല്പ സാധനങ്ങളും മതി. ഒരു വീട് വെക്കാനാണെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഇറക്കി അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരു ഫ്ലാറ്റ് പണിയാനാണെങ്കിൽ അത് പോരാ. ഫ്ലാറ്റ് പണിയാൻ JCB വരണം, ലോറികൾ വരണം, ആളുകൾ വരണം, ലോഡ് കണക്കിന് സാധനങ്ങൾ വരണം. ആമേന, അത് അതിൻ്റെ അർത്ഥം വലിയ പണി നടക്കാൻ പോകുക. നിൻ്റെ ജീവിതത്തിൽ ചില വലിയ പണി നടക്കുമ്പോൾ ചിലതൊക്കെ ദൈവം കൊണ്ടുവരും. ആമേൻ, ചില പോരാട്ടങ്ങൾ വരുമ്പോൾ, ചില ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഓർത്തോണം, അത് ചെറിയ പണിയാണ്. എന്നാൽ വലിയ പണിയാണെങ്കിൽ ബുൾഡോസർ വരാൻ കിടക്കുക, JCB വരാൻ കിടക്കുകയാണ്. നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ ഉയർത്തത്തക്കവണ്ണം, വലിയ ഫ്ലാറ്റായി നിന്നെ ഉയർത്തത്തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ പണികൾക്കുള്ള സന്നാഹങ്ങൾ ഇന്ന് നിന്നിൽ കൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ തലമുറയിൽ കൂടെ ദൈവം ചെയ്യുക. അത് ആത്മീയം മാത്രമല്ല, അത് ഭൗതികം. അത് ഭൗതികം മാത്രമല്ല, ആത്മീയം. വലിയ പണി ഇന്ന് പകൽ നിന്റെ വീട്ടിൽ നടക്കാൻ പോകുക. ഇന്ന് നിന്റെ കണ്ണിന് മുമ്പിൽ അത് അജ്ഞാനമാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, അത് വെളിപ്പെടാൻ സമയമായി. സക്കറിയാവേ, പിള്ളേരില്ല പെരയ്ക്കകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇന്ന് ചേഞ്ച് ആകാൻ പോകുകയാണ്. ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞു. കേട്ടോ, മോന്റെ പേര് കേട്ടോ, യോഹന്നാൻ. നിന്റെ വീട്ടിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകാൻ പോകുക. അവൻ ജനിക്കുമെന്ന് അറിയുമ്പോൾ നിന്റെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം സന്തോഷിക്കാൻ പോകുകയാണ്. ആമേൻ. അവൻ്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. അടുത്തേക്കണേ, കർത്താവിൻ്റെ സനിയിൽ നീ വലിയവനാകും. എന്തൊരു വാഗ്ദത്തമാണ് ദൈവം കൊടുക്കുന്നത്. മനുഷ്യരാരും പറയുന്നത് ദൈവം തന്നെ ദൂതനെ കൂടെ പറയിപ്പിക്കുക, ഇത്രയും നാളും നീ കർത്താവിൻ്റെ സനി ചെറിയവനായിരുന്നു, നിനക്ക് നറുക്ക് വീണത് തന്നെ അത്ഭുതം. നീ ഈ ആലയത്തിൻ്റെ അകത്ത് ധൂപം കാട്ടാൻ വന്നത് തന്നെ ഒരു ഗ്രേസാണ്. ദൈവമക്കളെ ഓർത്തോണം, അവന് നറുക്ക് വന്നത് തന്നെ ദൈവം നറുക്കിട്ട് അവനെ കൊണ്ടുവന്നതാണ്. എന്തിനാ? ഈ ദൂത് അറിയിക്കാനായിട്ട്. അത്ര പേരുള്ളവനല്ല, അഡ്രസ് ഉള്ളവനല്ല. ബൈബിളിൽ തന്നെ 30-ലധികം സെക്കരിയാമാരുണ്ട്. അമ്മ, ഈ സെക്കരിയാവ് ഏറ്റവും ചെറിയവനാ. ദൈവം പറയാണ്, നിന്റെ പേര് ഞാൻ വലുതാക്കാൻ തുടങ്ങും. ഇന്ന് വാൽക്കാലം ദൈവമക്കൾ ഓർത്തോണം, നിന്റെ പേര് നാശമെന്നാണെങ്കിൽ, ശാപമെന്നാണെങ്കിൽ, ഇന്ന് പരിശുദ്ധം പറയുന്നു അതിനെ അനുഗ്രഹമാക്കി ദൈവം മാറ്റുകയാണ്. അതിനെ യോശുവോട് ദൈവം പറയുന്നു, ഞാൻ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ നിന്നെ വലിയവനാക്കാൻ തുടങ്ങുമെന്ന്. ആരെല്ലാം നിന്നെ ചവിട്ടിത്താക്കാൻ നോക്കിയാലും, ആരെല്ലാം മണ്ണും കല്ലും നിന്റെ മേലിട്ടാലും, ആരെല്ലാം നിന്നെ ചവിട്ടി ഒതുക്കിയാലും, ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് മുതൽ ദൈവം നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. കൈയടിച്ചുറക്കാൻ സ്തോത്രം പറ. എന്റെ ദൈവം എന്നെ വലിയവനാക്കാൻ തുടങ്ങും. ദൈവം നിന്നെ വലിയവനാക്കിയാൽ നീ ഏറ്റവും മാന്യതയുള്ളവളാവും. സ്തോത്രം, 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 സ്തോത്രം. അവൻ വലിയവനാകും. ആരാ? യോഹന്നാൻ. അടുത്തത്, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. സ്തോത്രം. അടുത്തത്, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. സ്തോത്രം. കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറയാണ്, അവൻ വീഞ്ഞും മദ്യം എന്ത് ചെയ്യത്തില്ല? കുടിക്കത്തില്ല. അടുത്ത വാക്യത്തെ ഭയങ്കരമാണ്. എന്താ പറയുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവൻ എന്തായിത്തീരും? പരിശുദ്ധാത്മാവിൽ നിറയും. തലമുറ അകത്ത് കിടന്ന ആത്മാവിലായാൽ അതെന്തൊരു അനുഗ്രഹമാണ്. അകത്തെ കുഞ്ഞ് ആത്മാവിലായാൽ പുറത്തെ അമ്മ ആത്മാവിലാകാതിരിക്കുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിലും എൻ്റെ കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണമെന്ന് ആഗ്രഹമുള്ള എത്ര അപ്പന്മാരും അമ്മമാരും ഉണ്ട്. ഉയർന്ന ജോലി, ഉയർന്ന നന്മ, വിദേശ യാത്ര, ഇതൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ല. അതെല്ലാം വേണം സഹോദരങ്ങളെ, വേണം. പക്ഷെ അതെല്ലാം ഇവിടുത്തെ ശവക്കുഴി കൊണ്ട് തീരുന്നതാ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറവും നിന്റെ തലമുറയിലുണ്ടെങ്കിൽ അവനെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല.
ഏത് രാജ്യത്ത് കൊണ്ടിട്ടാലും അവൻ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവനകത്ത് കിടന്ന് എന്താകും? പരിശുദ്ധമാനാൽ നിറയും. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇത്ര വാഗ്ദത്തം കിട്ടിയ ഏത് കുഞ്ഞുണ്ട് ബൈബിളിൽ? വലിയവനാകും, പേര് പറയുന്നു, അവൻ വലിയവനാകാൻ തുടങ്ങുന്നു. അവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്തുകൊണ്ട് നിറയ്ക്കുന്നു? പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുന്നു. മാത്രമല്ല, അവനെ കഞ്ചാവും ചരസ് മടിച്ച് നിറക്കത്തില്ല, മദ്യം കുടിക്കത്തില്ല, അവൻ ദൈവത്തിൻ്റെ മാന്യതയ്ക്ക് ചേരാത്ത ഒരു കാര്യം ചെയ്യത്തില്ല. അവനോട് പറയത്തില്ല, മോനെ ഇന്ന ഉടുപ്പ് ഇടാവൂ, ഇന്ന മുണ്ട് ഉടുക്കാവൂ, ഇന്ന പാൻറ് ഇടാവൂ, മോളെ ഇന്ന പോലെ ഡ്രസ്സ് ധരിക്കാവൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ചേർന്ന പോലെ ആയിക്കോളും. അപ്പം അത് പ്രാപിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. അത് കിട്ടിക്കഴിയുമ്പോൾ ബാക്കി എല്ലാം നോർമലാകും. പിന്നെ ആരും ആരെ അഡ്വൈസ് ചെയ്യണ്ട. പരിശുദ്ധാത്മാവ് അവനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. അടുത്ത് പറയുന്നത്, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവന്റെ അടുത്ത വാഗ്ദത്തം, അവന് ഇസ്രായേൽ മക്കളിൽ പലരെയും എങ്ങോട്ട് വരുത്തും? ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. മടങ്ങിപ്പോയ പിന്മാറിപ്പോയവരെ അവൻ ദൈവത്തിലേക്ക് മടക്കി വരുത്തും. അവൻ പലരെ ദൈവത്തിങ്കിൽ നിന്ന് അവൻ അകറ്റുമെന്നല്ല പറഞ്ഞത്, ദൈവത്തിലേക്ക് തിരിച്ചു വരുത്തും. പല ആളുകളും ഇന്ന് ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവരാണ്. പക്ഷെ നമ്മളൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് പലരെ ദൈവത്തിലേക്ക് എന്ത് ചെയ്യണം? അടുപ്പിക്കണം. അവരെ അകറ്റുകയല്ല, പിന്നെ എന്ത് ചെയ്യണം? ദൈവമക്കളെ, നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടപാട് കൊണ്ടും ആരും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയാകല്ലേ. അവരെ അടുപ്പിക്കണം. അടുത്ത് വായിച്ചോട്ടെ. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ, അവനെ അപ്പന്മാരെ മക്കളിലേക്ക് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അകത്ത് പ്രയാസങ്ങൾ പ്രതികൂലം ഉണ്ടാകാത്ത നിലയിൽ കുടുംബങ്ങളെ ശിഥിലീകരിക്കാതെ കുടുംബങ്ങളെ ഐക്യത നൃത്തത്തെക്കാളുമുള്ള മെസ്സേജുകളായിരിക്കും അവന്റെ വായിൽ നിന്ന് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പലരും അകറ്റാൻ വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിക്കാൻ നടക്കുന്ന പുള്ളികളുണ്ട്. അമ്മയെ അപ്പനെ അകറ്റുക, പിള്ളേരെ അപ്പനെ തമ്മിൽ അകറ്റുക, അങ്ങനെ അകറ്റിയിട്ട് അവരെ കാര്യം സാധിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ നടക്കുന്ന പുള്ളികളുണ്ട്. അത് ദൈവാത്മാവല്ല, അത് പിശാചിൻ്റെ ആത്മാവാണ്. കുടുംബത്തിൻ്റെ ഐക്യത നഷ്ടപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഓർത്തോളം അതിനകത്തൊരു വ്യാപക പൈശാചിക ശക്തിയാണ്. അതിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം. ഈ യോഹന്നാൻ ദൈവം സ്പെഷ്യലായ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. താഴോട്ട് വായിച്ചേ, പെട്ടെന്ന് താഴോട്ട്. ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോട് ശക്തിയോടും കൂടെ നടക്കും. അപ്പോൾ ദൈവം പറയുകയാണ്, യവൻ ജനത്തെ ഒരുക്കാൻ വന്നവനാ. ഒരുക്കാൻ വന്ന ഈ യോഹന്നാനെ ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ജനത്തെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ശുശ്രൂഷയാണ്. അപ്പൊ ജനിക്കുന്നതിന് മുമ്പേ ശുശ്രൂഷ മുഴുവൻ ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ആയിരിക്കും നടക്കുന്നത്. അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോട് ശക്തിയോടും കൂടെ നടക്കും. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പറയാം. അടുത്ത വായിച്ചോട്ടെ. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നോളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോടും സംസാരിപ്പാനോടും ഈ സ്വതർത്തവാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ കാര്യം ഞാൻ പ്രായമായിട്ടിരിക്കുകയാണ്, നടക്കത്തില്ല എന്ന് സെക്കരിയാവ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ദൈവത്തിന് ദൂതൻ പറയാം, ഞാൻ ദൈവത്തിൽ നിൽക്കുന്ന ഗബ്രിയല്ല, ഞാൻ ആരാ നിനക്കറിയാമോ? ദൈവത്തിൻ്റെ മെസ്സഞ്ചറായി വന്നിരിക്കുക.
ദൈവം നിന്നോട് പറയാൻ ഏൽപ്പിച്ചു വിട്ടിരിക്കുക. ഞാൻ ഈ കാര്യം നിന്നോട് അറിയിച്ചത് നീ വിശ്വസിക്കാതെ കൊണ്ട് ഈ കാര്യം നടക്കുന്നത് വരെ നീ സംസാരിക്കത്തില്ല. നമ്മൾ നാടൻഭാഷ പറഞ്ഞാൽ വായെ ബന്ധിച്ചു കളഞ്ഞു. അങ്ങോട്ട് പോയ സക്കരിയാവല്ല ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങോട്ട് ആംഗ്യം കാണിച്ചുകൊണ്ടാണ് വരുന്നത്. ആളുകൾ വിചാരിച്ചു എന്നെ പറ്റിയത്, എന്നെ പരിപാടിയാ, അങ്ങോട്ട് പോയ പോലെയല്ല ഇങ്ങോട്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് വരികയാണ്. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് ബന്ധിക്കപ്പെട്ടു പോയ ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രവാചകന്മാരിൽ കൂടെ, സ്വപ്നത്തിലൂടെ, വെളിപ്പാടിലൂടെ ദൈവം അറിയിച്ച പല വാഗ്ദത്തങ്ങളും വിശ്വസിച്ചില്ല, കളിയാക്കി. നടക്കാൻ പോകുന്നത് നമുക്കൊരു സ്വഭാവം എന്നെ പറഞ്ഞാലും നടക്കാൻ പോകുന്ന കാര്യമല്ല, അത് നടക്കത്തില്ല, ചുമ്മാ പറയാം, ആ പാസ്റ്റർ ചുമ്മാ പറയാം, ആ പ്രവാചകൻ ചുമ്മാ പറയാം, എല്ലാം വിമർശനമാണ്. ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തങ്ങൾ ആത്മാവിലാണെന്ന് തിരിച്ചറിയാനുള്ള അഭിഷേക ദൈവമൊക്കെ പ്രാപിച്ചോണം. സ്തോത്രം. പല കുടുംബത്തിനും ദൈവത്തിന്റെ വാഗ്ദത്തം തൂങ്ങിക്കിടപ്പുണ്ട്. അവിശ്വാസം കൊണ്ട് അത് ബന്ധിക്കപ്പെട്ട് കിടക്കുക. ദൈവനോട് പറഞ്ഞ് ജനത്തോട് പറയണം, അവരവരെ കെട്ടിയ കെട്ട് അവരോട് തന്നെ അഴിക്കണം. ഏത് പാസ്റ്റർ തലയെ വന്ന് കൈവച്ചാലും കെട്ടുപൊട്ടത്തില്ല. നീ അവിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് നിന്നെ കൊള്ളത്തില്ല, എനിക്ക് സാക്ഷി പറയാൻ അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് ബൈബിൾ വായിക്കാൻ അറിയത്തില്ല, എനിക്ക് ട്രാക്ട് കൊടുക്കാൻ അറിയത്തില്ല, എൻ്റെ പിള്ളേരെ ഒന്നിനും കൊള്ളത്തില്ല, ഒരു പഠിക്കത്തില്ല, ഒരു അഭിഷേകം പ്രാപിക്കത്തില്ല, ഒരു പ്രസംഗിക്കത്തില്ല, ഒരു പാടത്തില്ല. എന്തിനും ഏറ്റവും കൂടുതൽ പുറകോട്ട് വലിക്കുന്ന മാതാപിതാക്കളാണ്. ഇത് പറഞ്ഞു 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 വർഷങ്ങളായി സക്കരിയാവിനെ പോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നല്ല ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ദൈവം പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ, ദൈവം പറഞ്ഞ ദൂതാണെങ്കിൽ, അല്പകാലം ബന്ധിക്കപ്പെട്ടാലും ആ ദൂതിനെ ദൈവം നിന്റെ മടിയിലേക്ക് മടക്കി വരുത്തും. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് പ്രവർത്തിച്ചേ പറ്റൂ. നീ കൈയടിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് ചെയ്തേ പറ്റൂ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പറയുന്നു, നാളുകളായി വർഷങ്ങളായി നിന്റെ അവിശ്വാസം മൂലമായി കെട്ടിക്കിടക്കുന്ന ചില പൈശാചിക ശക്തികളെ ഇന്നത്തെ വചനത്തിന് മുമ്പിൽ നീ ഏറ്റുപറഞ്ഞു പഠിച്ചിട്ട്, ദൈവമേ ഞാൻ സമർപ്പിക്കുന്നു, അത് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്ന് തന്നെ വരും. ഈ സെക്കൻഡിൽ അത് മടക്കി തരും. നാളെയല്ല, ഈ സെക്കൻഡിൽ. യെസ് ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയുന്നു, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അതിൻ്റെ മേൽ ദൈവം അയക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് ഇനി ഒരു സെക്കൻഡ് പോലും ഈ പ്രവൃത്തി മാറ്റിവെക്കാൻ ഒക്കത്തില്ല. കാരണം സക്കരിയാവിന് പ്രായമായി. ഒരു മിനിറ്റ് പോലും മാറ്റിവെക്കാൻ സമയമില്ല. എലിസബത്തിന് പ്രായമായി. ദൈവത്തിന് ചെയ്തേ പറ്റൂ. നിന്റെ കണ്ണടയാൻ സമയമായി. ഇനി ദൈവത്തിന് ഇത് മാറ്റിവെക്കാൻ ഒക്കത്തില്ല. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ തലമുറയിൽ കൂടെ, നിന്റെ കുടുംബത്തിലൂടെ നീ പോലും ചിന്തിക്കാത്ത ചില അത്ഭുതങ്ങൾ എന്റെ ദൈവം ചെയ്യുമെന്ന് ഇന്ന് ആത്മാവിൽ പ്രവേശിച്ച് പറയുകയാണ്.
ഓ ഞാൻ ആത്മാവിൽ കാണുന്നു, വർഷങ്ങളായി ബന്ധിച്ചു കിടക്കും. വർഷങ്ങളായിട്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്റെ ഒറ്റ അവിശ്വാസ വാക്കിന്റെ പേരിൽ ആമേൻ ചിലത് കെട്ടിക്കിടക്കുക. നീ കളിയായി പറഞ്ഞൊരു വാക്കില്ലേ, അത് ബന്ധിക്കപ്പെട്ടു പോയി. എടാ പുരോഹിതൻ വിശ്വസിക്കാതെ വന്നപ്പോൾ അവൻ നാവിനെ കെട്ടിയെങ്കിൽ നീ അതിനേക്കാൾ വലിയ പുള്ളിയാണോ? ഇതൊരു കളിത്തമാശായിട്ട് ആരും കാണരുത്. ആത്മീകം അഭിഷേകം ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മുടെ പ്രശ്നമുണ്ട്, വലിയ കാര്യത്തെ വലുതായിട്ട് കാണും, ചെറുതിനെ നമ്മൾ ചെറുതായിട്ട് കാണും. അല്ല, ദൈവം അങ്ങനെയല്ല, ചെറുതിനെ ദൈവം വലുതായിട്ട് കാണും. ആ പറഞ്ഞ ഒറ്റ വാക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൂതം ഇറങ്ങി വന്നിട്ടും സെക്രട്ടറി പറയാ, ഇത് എങ്ങനെ നടക്കാനാ? പൈസ ബാങ്കിൽ കിടക്കപ്പെടും പറയുന്നത് വീട് എങ്ങനെ പണിയാനാ? തലിയ പുലിയ പോലെ 3 പിള്ളേരെ കിട്ടിട്ട് പറയുക അവരെ കൊണ്ട് എന്നാ ചെയ്യാനാ? ആരോഗ്യമുള്ള ശരീരം കിട്ടിട്ട് പറയാ, അയ്യോ ഞാൻ കിടന്നു പോകത്തേ ഉള്ളൂ, ഞാൻ ക്ഷീണിച്ചു പോകത്തേ ഉള്ളൂ. കൂടെ കൂടെ പറഞ്ഞ് നിന്റെ താല്പര്യം നഖം വരെ ദുഷ്ടപിശാച് കെട്ടിവെച്ചിരിക്കുക. ഇന്നുവരെ യേശുവിന്റെ നാമത്തിൽ നീ തിരിച്ച് ക്ഷമ ചോദിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മടക്കി തരാൻ എന്റെ ദൈവത്തിന് കഴിയും. ഒരു ഡോക്ടറെ കാണണ്ട, ഒരു ഗുളികയും കഴിക്കണ്ട. എത്ര ദിവസമാണ് നീ ഹോസ്പിറ്റലിൽ വരാൻ കറങ്ങുന്നു? എന്തുമാത്രം ഗുളിക വാരി വിഴുങ്ങുന്നു? എത്ര ലക്ഷം രൂപ നീ മുടക്കുന്നു? ഒരു സുഖവും ഇല്ലല്ലോ. ഇന്ന് നീ നെഞ്ചത്തടിച്ച് പറ, കർത്താവേ എന്തേലും അവിശ്വാസമായി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ, എന്നെ ഒന്ന് മടക്കി വരുത്തി പ്രാർത്ഥിച്ചാൽ നീ നാവിന്റെ കെട്ടുകർത്താവ് വഴിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഒരു ദൂത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്തോത്രം, ആ വീടിൻ്റെ അകത്ത് പരിശുദ്ധാത്മ വ്യാപരിക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഈ എലിസബത്ത് മറിയയുടെ അടുക്കൽ ചെന്നു. എലിസബത്തിന്റെ വന്ദനം കേട്ടപ്പോൾ സ്തോത്രം, അവർ തമ്മിൽ തമ്മിൽ വന്ദനം പറഞ്ഞു കേട്ടപ്പോൾ അകത്ത് എന്ത് തുള്ളി? പിള്ള എങ്ങനെ തുള്ളി? ആത്മാവിൽ. ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചെന്ന്. അപ്പോൾ നമ്മൾ അങ്ങ് നടക്കുമോ? ആര് പറഞ്ഞു? ആരും നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇനി അതിനെക്കുറിച്ച് റിസർച്ച് ഗൂഗിളിൽ തപ്പട്ടെ, ഇവിടെ ഉണ്ടോയെന്ന്. നീ തപ്പി ഈ ഒരു പരുവമായി. തപ്പല അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, ആ പുസ്തകത്തിലുണ്ടോ, ഈ പുസ്തകത്തിലുണ്ടോ, വല്ല കൂടെ ഉണ്ടായി തപ്പി നടന്നിട്ട് ഇനി പൊട്ടനെ പോലെ നീ വിശ്വസിക്കേ. നിന്റെ അകത്തൊരു ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ആമേൻ. നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അഭിഷേകത്തെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. മറിയയുടെ ഉദരത്തിൽ കിടക്കുന്ന യേശു കുഞ്ഞും എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാനും കൂടെ തമ്മി കണ്ടപ്പോൾ ആത്മാവിൽ ജ്വലിക്കുക. എന്ന പരിപാടിയല്ലേ? ഇവിടെ വന്ന് ഇരുന്നിട്ട് അനങ്ങുന്നില്ലല്ലോ. ഇവിടെ വന്ന് ഇരുന്നിട്ട് ഒരു അനക്കമില്ല. ഇത്രയും പഞ്ഞിട്ട് കല്ലിന് കാറ്റ് പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. നീ എങ്ങനെ തുള്ളാനാ? എങ്ങനെ നിന്നിൽ ആത്മാവ് വരാനാ? അമ്മേന് കൊടുങ്കാറ്റ് വന്നാലല്ല നീ അനങ്ങത്തില്ല. ആ പരുവത്തിലാണ് നിന്റെ ഇരിപ്പ്. ഇപ്പോഴും നടക്കത്തില്ല. ഭാഷ പറഞ്ഞോണ്ടാ ഇരിക്കുന്നത്. എനിക്ക് മുഖത്ത് നോക്കി എനിക്കറിയാം. നീ അങ്ങനെ ഇരുന്നു. പക്ഷെ അകത്തെ അഭിഷേകത്താൽ നിന്റെ തലമുറ ചാടിക്കാൻ കഴിഞ്ഞ ദൈവം നമ്മുടെ ദൈവം. ഞാൻ എൻ്റെ ബൈബിളിലെ വചനം പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു മണ്ടനാ ഞാൻ. ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലെന്ന് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററാ ഞാൻ. സ്തോത്രം. ഇന്ന് പകൽ നിന്റെ അകത്ത് ചെറുതിനെ തുള്ളിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. നാളുകളെ തുള്ളാത്ത ചിലതിനെ തുള്ളിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും.
നാളുകളെ അനങ്ങാത്ത ചിലതിനെ അറക്കാൻ ദൈവത്തിന് കഴിയും. ഓ റബ 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 റബ. ശ്രദ്ധിക്കണേ, പ്രായമുള്ളൊരു ഗർഭപാത്രമാണ്. സെല്ലുകളെല്ലാം നിർജീവമായ ഗർഭപാത്രമാണ്. നിർജീവമായ ഒരു അമ്മച്ചിയാ. കാലും കഴിഞ്ഞ് മെനക്കാനൊക്കെ കോച്ചും കൊളുത്തുള്ളൊരു അമ്മച്ചിയാ. അമ്മച്ചിയുടെ അകത്തെ ആ ഗർഭപാത്രത്തെ ദൈവം നിർജീവമായ ജീവനുള്ളതാക്കി തീർത്തു. എന്നിട്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു കുഞ്ഞിനെ അകത്ത് കൊടുത്തിരിക്കുകയാണ്. ആ കുഞ്ഞകത്ത് വന്നാൽ പ്രായമുള്ള അമ്മച്ചിയുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് കുഞ്ഞു തുള്ളത്തക്കവണ്ണമുള്ള കപ്പാസിറ്റി ദൈവം കൊടുത്തു. പിടികിട്ടിയില്ലല്ലേ? ഒരു സാധ്യതയുമില്ലാത്ത നിന്റെ അകത്ത് ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം വ്യാപരിക്കുക. സ്തോത്ര 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 സ്തോത്ര. ഫാസ്റ്റേ 80 വയസ്സായി, കാലനങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല, കോച്ച കൊളുത്ത. കൈ പൊക്കാൻ വയ്യ പാസ്റ്ററെ, കൈ അടിക്കാൻ വയ്യ പാസ്റ്ററെ, ഇരിക്കാൻ വയ്യ പാസ്റ്ററെ, നിൽക്കാൻ വയ്യ പാസ്റ്ററെ. ഞാൻ ചോദിക്കുന്നു, എലിസബത്തിന് എങ്ങനെ ഈ ശക്തി ഉണ്ടായി? ഈ പ്രായമകാലത്ത് എങ്ങനെയാ കുഞ്ഞകത്ത് കയറിയത്? എങ്ങനെയാ കുഞ്ഞ് ആത്മാവ് നിറയുന്നത്? നിന്റെ ശരീരം പോസിറ്റീവാണെങ്കിൽ, വിശ്വാസമുള്ളതാണെങ്കിൽ, അതിനകത്തോട് ദൈവത്തിന് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ദൈവം ചെയ്യും. നീ സ്വപ്നം കാണാത്ത നിന്നെ കൂടെ ചെയ്യിച്ചിട്ട് ദൈവം നിന്നെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കത്തുള്ളൂ. സമയം തീർന്നിട്ടില്ല ചായ, സമയം തീർന്നിട്ടില്ല മമ്മ, സമയം തീർന്നിട്ടില്ല. ചിലതൂടെ ചെയ്യാനുണ്ട്. നീ തൊടുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകും. നീ വാ തുറക്കുമ്പോൾ ദൈവത്തെ വചനങ്ങൾ സംസാരിക്കും. നീ നടന്നു പോകുമ്പോൾ നിഴൽ തട്ടുമ്പോൾ രോഗിയെ സൗഖ്യമാകും. നീ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിലവരയ്ക്കാത്ത വിടുതൽ നടക്കും. ഓ റാബ ജല റഖ റംബ റോഡി, നിന്നെ കൊണ്ട് ദൈവം ചിലതെല്ലാം ചെയ്യിക്കും. നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ഇന്ന് നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിക്കും, 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 ചെയ്യിക്കും. ആശയ്ക്ക് വിരോധപ്പെട്ട് ആശയോടെ പറ, ക്ഷീണിച്ചില്ല, തളർന്നില്ല, തകർന്നില്ല. എന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിച്ചാൽ മാറും. യോഗന്നാൻ്റെ കഥ പറയാൻ വന്നതല്ല ഞാൻ. നിങ്ങൾ ദൂത് പറയും ഇതിനകത്തൂടെ, അത് പെറുക്കി എടുത്തോണം. എല്ലാം തീർന്നെന്ന് പറയുന്നിടത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. മെഡിക്കൽ സയൻസ് നോ എന്ന് പറയുമ്പോഴാണ് എൻ്റെ കർത്താവ് യേസ് എന്ന് പറയുന്നത്. സ്തോത്രം, വിശ്വസിച്ചോണം. സ്കാനിങ് റിപ്പോർട്ടല്ല വലുത്, യേശുവിൻ്റെ ശബ്ദമാണ് ഏറ്റവും വലുത്. ബ്ലഡ് റിസൾട്ട് അല്ല വലുത്, ദൈവത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും വലുത്. വിശ്വസിക്കേ. ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചേറെ പറയാനുണ്ട്. ഞാൻ അത്യാവശ്യം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഈ വീടുകളിലെ അന്തരീക്ഷം മാറി. സെക്കരിയാവിൻ്റെ വാ പൊങ്ങിയില്ലെങ്കിലും പെരയ്ക്കകത്തെ അന്തരീക്ഷം മാറി. ഉല്ലാസവും പരമാർത്ഥതയും വീട്ടിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. കേൾക്കുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ പെരയ്ക്കകത്തെ അന്തരീക്ഷം മാറി, നെഗറ്റീവ് മാറി, പോസിറ്റീവായി. സെക്കരിയ ഇരുന്നെങ്കിലും അവരെ ആക്ഷനെല്ലാം പോസിറ്റീവ് ആക്ഷനാണ്, വിശ്വാസത്തിൻ്റെ ആക്ഷനാണ്. അമ്മച്ചിയുടെ വയറ് വലുതാകും തോറും കൃപ കൂടിക്കൊണ്ടിരിക്കുക.
ആമേൻ. 1, 2, 3, 4 മാസമായി വയറ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴും ആ പെരക്കകത്ത് വിശ്വാസം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കടുകുമണിയോളമുള്ള ചില വിഷയങ്ങൾ ഇന്ന് പകൽ അത് അഭിഷേകമായി മാറി നിന്റെ പെരയ്ക്കകത്ത് വലിയ വിശ്വാസമായി വ്യാപരിക്കാൻ പോകുകയാണ്. നിന്റെ കണ്ണിന് കാണത്തക്കോണം അത് വെളിപ്പെട്ട് വരാൻ സമയമായിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കടുകുമണിയോളം വിശ്വാസം ഇന്ന് വലിയ അത്ഭുതമായി മാറട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ നോക്കണേ. ഈ എലിസബത്തിനെ വീട്ടിൽ എത്ര പേരുണ്ട് മൊത്തം? പെട്ടെന്ന് പറ, സമയം പോയി. എത്ര പേരുണ്ട്? ഉറക്കെ പറ. സെക്രട്ടറിയുടെ വീട്ടിൽ മൊത്തം എത്ര പേരുണ്ട് ഇപ്പം? 2 പേര്. ഒരാളുണ്ട്. എവിടാ? പറ. ശരിക്കും നാണം കേടാണോ പറയാൻ? ചോദിച്ചാൽ നാണിച്ചിട്ട് താഴോട്ട് കുഞ്ഞിരിക്കുന്നു. ആമേൻ. ഒരു കുഞ്ഞെവിടാ? പറ. ഒരു കാര്യം പറയാൻ വരിക. ഒരു കുഞ്ഞെവിടാ? കുഞ്ഞെവിടാ? പറ്റില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ദൂതൻ ആലത്തിൽ ഇറങ്ങിയപ്പോൾ തൊട്ടേ ആ വീടിൻ്റെ അകത്ത് വേറെ മണ്ഡലമായി. ഇന്ന് വരെ പോയ മണ്ഡലമല്ല, വേറെ മണ്ഡലത്തോട് കയറുകയാണ്. അത് വിശ്വാസത്തിൻ്റെ മണ്ഡലമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ മണ്ഡലമാണ്. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? ആ മണ്ഡലം വന്നപ്പോൾ എന്തൊക്കെ വന്നെന്ന് നിങ്ങൾ കേൾക്കണേ. ആമേൻ. ഇനി അതിന്റെ 1-ാം അധ്യായത്തിൽ 41-ാമത്തെ വാക്യം വായിച്ചാൽ മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മതി. അവര് തമ്മിൽ വന്ദനം പറഞ്ഞപ്പോൾ പിള്ള എന്ത് ചെയ്തു? അകത്ത് തുള്ളി. അപ്പോൾ യോഹന്നാൻ അകത്ത് കിടന്ന് പരിശുദ്ധമാവിൽ നിറഞ്ഞു. അടുത്ത സംഭവിച്ച കാര്യം, അപ്പോൾ എലിസബത്ത് പരിശുദ്ധമാവ് നിറഞ്ഞൊരു പാട്ടങ്ങ് എഴുതി. സിയോൻ തുറന്നു വെച്ചിട്ട് ഓരോ ഷാൻസ കട്ടെടുത്ത് എഴുതിയല്ല. എല്ലാവരും എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. അങ്ങനെ എഴുതുന്ന പാട്ടുകാരുണ്ട്. അങ്ങനെയല്ല ഇത്. ഇതങ്ങ് ഒഴുകുക, പാട്ടൊഴുകുക. എപ്പോഴാ? ആത്മാവ് നിറഞ്ഞപ്പോൾ. ആത്മാവ് നിറഞ്ഞൊരു പാട്ട്. അപ്പോൾ മറിയം 46 തൊട്ട് വീട്ടിൽ പോയി വായിച്ചോ. ഇപ്പം സമയമില്ല. എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവൻ രക്ഷിതാവ് ദൈവത്തെ ഉല്ലസിക്കുന്നു. അവന് തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷി അങ്ങ് തുടങ്ങുക. അപ്പൊ ആ പരിശുദ്ധമ വരുമ്പോ എന്ത് വരും? പാട്ട്. പഴയ പാട്ടല്ല, പിന്നെന്ത്? യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. അപ്പൊ ആത്മാവ് വന്നപ്പോൾ ആ വീട്ടിലാകെ 3 പേരേ ഉള്ളൂ. ജനിക്കാതിരിക്കുന്ന കൊച്ച വയറ്റിൽ കിടന്ന ആത്മാവിലായി. അമ്മ ആത്മാവ് നിറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ മറിയ പരിശുദ്ധ, അപ്പോൾ എലിസബത്ത് ആമേൻ പരിശുദ്ധമ്മ നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവളെ പരിശുദ്ധമ്മനാൽ ഇനിയിപ്പോ അവര് വീട്ടിൽ ആരേ ഉള്ളൂ? പരിശുദ്ധമ്മ നിറയാൻ ഇനി ആ വീട്ടിൽ ആരേ ഉള്ളൂ? പെട്ടെന്ന് പറ, സമയം പോയി. പറ. സെക്രട്ടറിയാവേ അല്ലേ? വായിച്ചേ 61. വായിച്ചേ 61. നിന്റെ ചാർച്ചയിൽ മോളെ 61. 1:61. അവന്റെ അപ്പനായ നിന്റെ 67 അവന്റെ അപ്പനായ സെക്രട്ടറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്. അയ്യോ, അപ്പൊ ആരും ആത്മാവ് നിറഞ്ഞു? പറഞ്ഞാട്ടെ. സ്തോത്രം. ഒന്ന് ശക്തിയോട് പറ. അപ്പനും പരിശുദ്ധമാവ് നിറഞ്ഞു. 3 പേരും എന്തായി? ആത്മാവ് നിറയപ്പെട്ടു. മണ്ഡലം മാറി എന്ന് പറഞ്ഞ അതാ. അവരെ വീടിൻ്റെ കെട്ട് പൊട്ടിക്കഴിഞ്ഞപ്പം, നാളുകളായിട്ട് ദുഷ്ടൻ കെട്ട് അഴിഞ്ഞപ്പോൾ ഓരോരുത്തരും മേലെ ആത്മാവ് വരാൻ തുടങ്ങി. വയറ്റിൽ കിടക്കുന്ന കൊച്ചു മുതൽ അമ്മ മുതൽ അപ്പം വരെ ഒരുപോലെ ആത്മാവ് നിറഞ്ഞു. ഓ, കൈയടിച്ച് സ്തോത്രം പറ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഓറ റബ 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 റബ. ഒമ്പത് മാസമായി വാ തുറക്കാൻ കഴിയാൻ നാവ് കെട്ടിയിരുന്ന സെക്രട്ടറിയാവ് യോഹന്നാനെ കണ്ടപ്പോൾ അവന്റെ കെട്ടും കർത്താവ് പൊട്ടിച്ചു.
അവൻ വാ തുറന്ന് അവൻ പാട്ട് പാടാൻ തുടങ്ങി. വീട്ടിൽ 3 പേരെ ആകെ ഉള്ളൂ. 3 പേരും ആത്മാവെന്ന് പറഞ്ഞു. മോൻ ജനിക്കുന്നതിന് മുമ്പേ ആത്മാവിലായി, അമ്മ കൺസീവ് ആയപ്പോൾ ആത്മാവിലായി, അപ്പൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിലായി. എന്നാ വീടായല്ലേ? ഏത് സഭയിലാ പോകുന്നത്? പെന്തിക്കോസിൽ. എന്നിട്ട് അഭിഷേകം പ്രാപിച്ചു. അതെ, പ്രാപിച്ചെന്നാ തോന്നുന്നു. മൽപ്രിയനെ അന്വേഷിച്ചു. ഞങ്ങൾ പാട്ട് പാടിയപ്പോൾ 3ാമത്തെ ശാസ്ത്രം എടുത്ത് പാടിയപ്പോൾ 3 ദിവസം കൈ ആഞ്ഞടിച്ചായിരുന്നു. അന്നേരം കിട്ടിയെന്നാ തോന്നുന്നത്. പണ്ട് നമ്മുടെ പാസ്റ്റർ എറണാകുളം ബസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു പുള്ളി ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് വരുന്നു. അതുകൊണ്ട് ഈ പാസ്റ്റർ ചോദിച്ചു, എവിടുന്ന് വരിക? ധ്യാനകേന്ദ്രത്തിൽ വരിക. അപ്പം എന്താ ഉണ്ടായി? പരിശുദ്ധ അരൂപി വന്നെന്ന്. എന്താ വന്നു? പരിശുദ്ധ അരൂപി. അപ്പം പാസ്റ്റർ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിപ്പോയല്ലോ, അരൂപി വന്നു. ഇത് പറഞ്ഞു വെച്ചാൽ പാസ്റ്റർ കഴിഞ്ഞപ്പോൾ ഈ പുള്ളി പോക്കറ്റിൽ നിന്ന് ബീഡി എടുക്കുക വരിക്കാൻ. പരിശുദ്ധ അരൂപിയും കൂടെ വരുന്ന വരവാ. അപ്പം ഈ പുള്ളി ചോദിച്ചു, അവിടുന്ന് കിട്ടുന്ന അരൂപിക്കകത്ത് ഇതെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും അവിടെ പറഞ്ഞില്ലായിരുന്നു. പെരുമാളരെ, പരിശുദ്ധ അരൂപി എന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടം പോലെ കളിക്കാനുള്ളതല്ല. നീ 40 വർഷമായി പെന്തിക്കോസ്തി വന്നിട്ട്, വിശ്വാസി വന്നിട്ട്, ഇന്ന് വരെ പരിശുദ്ധമ്മ വേണോ നീ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആരും സ്വതന്ത്രം പറയണ്ട. നീ അതിന് വേണ്ടി 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വീടിട്ടാനും കാലിട്ടാനും പിള്ളേരെ പഠിപ്പിക്കാൻ നീ ഒത്തിരി പ്രാർത്ഥിച്ചല്ലോ. നിന്നെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവർ ഒരിക്കലും അന്യഭാഷ എന്ന് പറഞ്ഞ് ആരാധിക്കാൻ നീ ആഗ്രഹിച്ചിട്ടുണ്ടോ? നീ പ്രാപിച്ചിട്ടുണ്ടോ? യോവാൽ പറയുന്ന അന്ത്യകാലത്ത് സർവ്വജനത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇവിടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. 91 സംഖ്യത്തിനും വായിച്ചിട്ട് സാപ്പാൻ കിട്ടുമെന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്ന ഒരു ആത്മീയമാണ് നിനക്കുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുന്നു, പ്രയസനിലെ സകല വിശ്വാസികളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. സകല കുട്ടികളും, അപ്പനും അമ്മയും മോനും പ്രാപിക്കണം. പ്രാപിച്ചു കഴിഞ്ഞാൽ നിന്റെ പെരയ്ക്ക് അവർ സ്വർഗമായി മാറും. നിന്റെ വീട് അത്ഭുതമായി മാറും. നിന്റെ വീടിൻ്റെ അകത്ത് വരുന്ന ഒരു അഭിഷേകത്താൽ നിറയപ്പെടും. എലിസബത്ത് ചെന്ന് മറിയെ കണ്ടപ്പോൾ മറിയയും ആത്മാവ് നിറഞ്ഞ് പറയാൻ തുടങ്ങി. എവിടെ പോന്നോ അവിടെ എല്ലാം ആത്മാവ്. അവിടെ മറിയയുടെ അകത്ത് ആരാ കിടക്കുന്നത്? യേശു. ദൈവത്തിന് സ്തോത്രം. നോക്കണേ, മണ്ഡലങ്ങൾ മാറുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യുക. ഈ ആഴ്ച നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നീ സ്വപ്നം കാണാത്ത ആത്മാവിൻ്റെ വിടുതലുകൾ നടക്കണം. നിങ്ങളെല്ലാം ഈ ആഴ്ച വീട്ടിൽ പോയി മുട്ടുമടക്കി മക്കളെ, പെൺമക്കളെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ആൺമക്കളെല്ലാം പ്രാർത്ഥിക്കണം. കർത്താവ് ഈ പരിശുദ്ധമാളെല്ലാം നിറയ്ക്കണമേ. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 20 ദിവസം ഉപവാസ പ്രാർത്ഥനയില്ലേ നമ്മൾ ഒത്തിരി കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു. ഞാൻ അവരെ പിന്നെ ഫോളോ ചെയ്ത് ശ്രദ്ധിക്കാറുണ്ട്. അവരെല്ലാവരും ആ കൃപയിലാണ് ഇപ്പോഴും പോകുന്നത്. അവരെല്ലാവരും ചോർന്നായിട്ടിരിക്കുക, കാണാൻ കഴിഞ്ഞില്ല. അവർ കീപ്പ് ചെയ്ത് പോകുകയാണ്. അവരുടെ സ്വഭാവത്തിനും രീതിക്കുമൊക്കെ മാറ്റം മാതാപിതാക്കൾ പറയുന്നുണ്ട്. പാസ്റ്ററെ, വലിയ ചേഞ്ച് ഉണ്ട്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അകത്ത് കിടക്കുന്ന യോഹന്നാനും ചുമക്കുന്ന എലിസബത്തും ദർശനം കണ്ട സക്കരിയാവും ഒരുപോലെ ആത്മാവിലായെങ്കിൽ, ആ എലിസബത്ത് ചെല്ലുന്ന മറിയയും പരിശുദ്ധമായി നിറയപ്പെട്ടെങ്കിൽ, ആത്മാവിൻ്റെ ശക്തിയുടെ വെളിപ്പാട് നമുക്കുണ്ടാകണം. നീ 1000 പ്രാവശ്യം നടന്നിട്ട് നടക്കാത്ത കാര്യങ്ങൾ നിന്റെ വരയ്ക്കകത്ത് ഈ ആഴ്ച തരാൻ ദൈവത്തിന് കഴിയും. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ ഞാൻ പറയുകയാണ്, സ്വപ്നം കാണാത്ത ചില മിറക്കിൾസ് ഈ ആഴ്ച ദൈവം നിനക്ക് തരും. ഡോക്ടർമാർ കുറിച്ച് വെച്ച ഓപ്പറേഷൻ ഇന്നിവർ ക്യാൻസലാകുക.
സ്തോത്രം. നിന്റെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് മുഴുവൻ ചോർത്തിക്കളയാൻ ദുഷ്ടം പദ്ധതിയിട്ട ചില മേഖലകളിൽ ഇന്ന് പരിശുദ്ധമായി വ്യാപരിക്കാൻ പോകുകയാണ്. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. അതിന്മേൽ നിന്ന് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം. തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് ഇന്ന് പകൽ ചെയ്യുകയാണ്. സക്കരിയാവിൻ്റെ വീടിൻ്റെ മുഖച്ഛായ മാറ്റിയ ദൈവം നിന്റെ പേരയ്ക്കകത്ത് ചില അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. അത് ആത്മീയമായിട്ട് ഭൗതികമായിട്ട് ദൈവം ചെയ്യാൻ പോകുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അന്യഭാഷയിൽ ആരാധിക്കാൻ പോകുകയാണ്. അവരെല്ലാം പ്രവചന വരങ്ങളാൽ നിറയപ്പെടാൻ പോകുകയാണ്. അവരെല്ലാം വ്യാഖ്യാന വരങ്ങളാൽ നിറയപ്പെടാൻ പോകുകയാണ്. പലരും ഇന്നത് പറയാൻ പോലും താല്പര്യമില്ല, അതിൽ വിശ്വാസവുമില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നു, ഒരു വലിയ സഭ എന്നതിനപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയായി മാറണം. ചോദിച്ചു പറഞ്ഞ് നിന്റെ വീട്ടിൽ ആൾ വരണം. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ടാകും. ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കെട്ടുപൊട്ടും. ആ ആൻറ്റിക്ക് ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പോയില്ലേ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേ തലക്കൽ വിടുതൽ തരാൻ ദൈവത്തിന് കഴിയും. നിന്നോട് ദൂത് പറയാ, ഇന്ന് കയ്യേറ്റെടുക്കുന്നവർക്ക് മാത്രമുള്ള വിടുതല. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ പേരയ്ക്കത് വർഷങ്ങളായി ശത്രു ചില കെട്ടുകൾ കെട്ടിവെച്ചിരിക്കുക. അത് സംശയമായി, നിരാശയായി, അവിശ്വാസമായി. ഇന്ന് ദൈവം പറയുന്നു, ആ കെട്ട് കർത്താവ് പൊട്ടിക്കുക. ഈ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതത്തിൻ്റെ ആഴ്ച ആയിരിക്കുമെന്ന്. സ്തോത്രം, സ്തോത്രം. യെസ്, ഒരു വിടുതലിൻ്റെ ആഴ്ചയായിരിക്കുമെന്ന്. ഞാൻ എൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കുക, ഈ മെസ്സേജിനുള്ള എല്ലാം മുൻവിധി മാറ്റിവെക്കണം. ആര് പ്രസംഗിച്ചെന്നോ അതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവസേന നിങ്ങളൊന്ന് താഴ്മയോടെ നിന്ന് കർത്താവെ അവിശ്വാസത്തിൻ്റെ എല്ലാ കണികളും മാറ്റിവെച്ചിട്ട് എൻ്റെ വീടിൻ്റെ അകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മൊത്തമായിട്ട് ഞങ്ങളും ഈ പരിശുദ്ധമാല നിറയപ്പെട്ടെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഒരു വിടുതലാക്കി മാറ്റണേ എന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സ്തോത്രങ്ങൾ ശ്രദ്ധിക്കണേ. ആത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച മറിയയുടെ അകത്തുനിന്ന് വന്ന യേശു, പരിശുദ്ധമായി നിറയപ്പെട്ട എലിസബത്തിൻ്റെ സക്കരിയാവിൻ്റെ അകത്തുനിന്ന് വന്ന യോഹന്നാനും, പിന്നെ വർഷങ്ങൾ ആ ദേശത്തെ ശക്തിയായി മാറി. ഞാൻ അടുത്ത ആഴ്ച പറയാം. യേശു മറ്റൊരു നിലയിൽ ശുശ്രൂഷ, യോഹന്നാൻ മറ്റൊരു നിലയിൽ ശുശ്രൂഷ. ആ ദേശത്തെ മുഴുവൻ ഈ രണ്ടുപേരെ ശുശ്രൂഷ സ്വാധീനിച്ചു. ആ ദേശത്തെ ഇളക്കി മറിച്ചു ഈ രണ്ട് പിള്ളേരെ എന്ന് വേണേൽ പറയാം. മറിയയുടെ അകത്തു നിന്ന് വന്ന യേശു, എലിസബത്തിന്റെ അകത്തു നിന്ന് വന്ന യോഹന്നാൻ, അവരിലേക്ക് ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആ ദേശത്തെ സ്വാധീനിച്ചത് മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ ആ സ്വാധീനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലോകമുള്ളിടത്തോളം കാലം സ്വാധീനിക്കുന്ന ചില പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്റെ ഉദരത്തിൽ നിന്ന് ചെയ്യാൻ ദൈവത്തിന് കഴിയും. പിടികിട്ടിയില്ലല്ലേ? നിലനിൽക്കുന്ന അത്ഭുതങ്ങളുടെ പരമ്പരകൾ,
നമ്മൾ ഉണർവിനെ ആഗ്രഹിക്കുന്നവരാന്ന് എനിക്കറിയാം. പക്ഷെ ഉണർവ് എന്താണെന്നറിയാമോ? നിലനിൽക്കുന്ന ഉണർവ്. ഒരു കണ്ണ് തുറന്നോ ചെവി തുറന്നതോ അല്ല ഉണർവ്. നിലനിൽക്കുന്ന ആത്മീയ അനുഭവങ്ങൾ. അതെൻ്റെ പെരയ്ക്കകത്ത് തരണമേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്നെ ഗ്രഹിച്ചില്ലെങ്കിൽ ഇന്ന് അതിനെ തരാൻ ദൈവത്തിന് കഴിയും. എല്ലാവർക്കും എഴുതേക്കാം. ബൈബിൾ ഇവിടെ താത്തു വെക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ സമയത്ത് ആരും ഇറങ്ങിപ്പോയി അലക്ഷ്യമാകല്ലോ. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ദേവദാസന്മാർ മുമ്പോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ആരാധന ലീഡ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാം. രക്തത്താഴ്ച എല്ലാ കണ്ണുകളും അടച്ചിട്ട് ഒരു നിമിഷം എല്ലാവരും നിന്ന് പ്രാർത്ഥിച്ച കർത്താവേ, അവിശ്വാസം പൂർണ്ണമായിട്ടൊന്ന് മാറ്റി വിശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആരെങ്കിലും കളിയാക്കിയോ അപമാനിച്ചോ പറയുകയോ എഴുതുകയോ ചെയ്യുകയോ വിളിക്കുകയോ നിന്റെ വെളിയിടാത്ത ആത്മാവിൻ്റെ ശക്തി പകരാതെ വണ്ണം വിമർശിച്ചും നെഗറ്റീവായും ഞാൻ പണ്ഡിതനാണ് എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ നീ പരിശുദ്ധമാനെ കൊച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കേ. ഇന്ന് ആദ്യം നിന്റെ ശരീരത്തിൽ അത് വെളിപ്പെടും അഭിഷേകമായി. നിന്റെ നിർജ്ജീവമായ കോശങ്ങൾ ഇന്ന് പകൽ ശക്തിപ്പെടും. അത് പുറത്തോട്ട് വ്യാപരിക്കും. പെരയ്ക്കാൻ മുഴുവൻ ആത്മാവിലാ നിറഞ്ഞ് വേറെ മണ്ഡലത്തിലാകും. കുടുംബജീവിതത്തിലേക്ക് മാറ്റമുള്ള വെളിയിലുള്ള തലമുറയിലേക്ക് അത് വ്യാപരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ ദേശം മുഴുവൻ ആ ശക്തി വ്യാപരിക്കും. ഒരു പാസ്റ്റർ നിന്റെ വീട്ടിൽ വരാതെ വണ്ണം നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിക്കാൻ പോകുകയാണ്. നീ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം ചില ദർശനങ്ങൾ നിന്നെ കാണിക്കും. ശബ്ദങ്ങൾ നീ അത് മറക്കല്ലേ, എഴുതി ഡയറിക്കകത്ത് വെക്കണം. നീ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ നീ അത് ടിക്കിടണം. അന്ന് ദൈവം എന്നെ കാണിച്ചതാണ്, അതുപോലെ സംഭവിച്ചു. നിന്നോട് ദൈവം സംസാരിച്ചിട്ട് ചില ആളുകൾ നിന്റെ വീട്ടിൽ വരും പ്രാർത്ഥിക്കാൻ. അവരോട് നുണയും കൊതിയും പറഞ്ഞിരിക്കാതെ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവർ വരുമ്പോഴേ കെട്ടഴിയും. നീ വാ തുറക്കുമ്പോഴേ കെട്ടുപൊട്ടും. അവരിലേക്കൊരു പകർച്ച ദൈവം നിന്നിൽ കൂടെ അയക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സഭായോഗത്തിൽ വരുമ്പോൾ 2 കൈയടി മാത്രമല്ലാത്തൊരു അഭിഷേകം നിന്റെ മേൽ ദൈവം പകരും. നിന്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങും. ഇപ്പൊ പറയുന്നില്ല, ഏറ്റെടുക്കുന്നവർക്കാണ് വിടുതൽ. നിന്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങും. സ്തോത്രം, സ്തോത്രം. നിന്റെ ഒരു പൈസ പോലും ആശുപത്രിയിൽ അനാവശ്യമായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം എന്നെ തളയിട്ട് ദൈവം എന്നെ അത്ഭുതം ചെയ്യുകയാണ്. നീ തലമുറയ്ക്ക് വിളിച്ചുകൊണ്ട് തരുന്ന പോലെ ഒരു പുതിയ വഴി ഈ ആഴ്ച ദൈവം തുറക്കും. നീ ഏറ്റവും ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ഇന്ന് പകൽ ഒരു ഉത്തരം ദൈവം തരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. നിന്റെ ലെവല് മാറാൻ പോകുകയാ. നിന്റെ ലെവല് മാറാൻ പോകുകയാ. നിന്റെ മണ്ഡലം മാറാൻ പോകാം. അപ്പൻ ആത്മാവിൽ, അമ്മ ആത്മാവിലും, അകത്ത് കിടക്കുന്ന മോൻ ആത്മാവിൽ, കാണാൻ വരുന്ന മറിയ ആത്മാവിൽ, മറിയയുടെ അകത്ത് കിടക്കുന്ന കുഞ്ഞ് ആത്മാവിൽ, എവിടെ പോകുന്ന അവിടെ എല്ലാം ആത്മാവ്. ആത്മാവിന്റെ വാഹകരായി കാരിയേഴ്സായി മാറുകയാണ് നീ. സ്തോത്രം. നിന്നെ കാണുമ്പോൾ ജനങ്ങൾ മുഖം പൊത്തണം. എന്തൊരു പ്രകാശമാണ് ആ മുഖത്തെന്ന് പറയണം. നീ തൊടുമ്പോൾ കാറ്റടിച്ചേ എന്ന് പറയത്തോക്കോണം അഭിഷേകം വ്യാപരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. എനിക്ക് അടുക്കാൻ വയ്യായേ എന്ന് പറയുന്നൊരു അഭിഷേകം, എനിക്ക് പോരായേ എന്ന് പറയുന്നൊരു അഭിഷേകം. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. കൈയടിച്ച ശക്തി അത് വ്യാപരിക്കട്ടെ. എല്ലാ കൈകളും അടിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. Yes. 10 മിനിറ്റ് സമയമുള്ള ശക്തിയോട് ആരാധിച്ചു. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചു.
മണ്ഡലങ്ങൾ മാറട്ടെ, മണ്ഡലങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നുകീഴ് അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈബലബൗഡ കമ്പലബൗഡാർ ഈബലക്കാലാർ അപ്പപ്പാറ കമ്പലബൗഡെ ജാലബലക്ഷ സത്തലദാല കമ്പലബൗഡെ ജീലാറബല റൗഡാജാലാർ ഈബലക്കാലാർ അപ്പപ്പാറ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോളിക്കൂ. അകത്ത് ചില തുള്ളലുകൾ നടക്കട്ടെ. നിർജീവമായ നിന്റെ ആന്തരിക അവയവങ്ങൾ